ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞതോടെ അൻവറിന്റെ ഒരു കംബാക്കാണ് കാണാൻ കഴിയുന്നത്. ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയ ഡെമോ കാണിക്കാൻ വന്നതിൽ പിന്നെ അൻവർ എത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ താറടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോഴിതാ സ്വർണ്ണപ്പാളി കാണാതായ വിഷയത്തിലും അൻവർ സർക്കാരിനെ താറടിക്കാൻ എത്തുകയാണ്. ശബരിമലയിലെ സമാധാനം കെടുത്തിയവരാണ് പിണറായി സർക്കാർ. എത്ര കിലോ സ്വർണമാണ് അവിടെ നിന്നും നഷ്ടമായത് എന്നതിന് കണക്ക് പോലും ഇല്ല എന്നാണ് പറയുന്നത്. വെള്ളാപ്പള്ളി എന്നല്ല ആരായാലും ഒരു നേതാവിനെ കൂടിയിരുത്തിയത് കൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ വോട്ടടിച്ചെടുക്കാമെന്ന് പിണറായി കരുതേണ്ട എന്നും അൻവർ പറഞ്ഞെത്തുകയാണ്. മറ്റൊരു കാര്യം കൂടി അൻവർ അവിടെ ചേർക്കുന്നുണ്ട്. വരുന്ന തിരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനം എവിടെയായിരിക്കുമെന്നാണ് അൻവർ പറയുന്നത്. സത്യത്തിൽ CPIM-നും കോൺഗ്രസിനും BJP-ക്കുമൊപ്പം ഒരു ഒറ്റകക്ഷിയെ വളരാൻ അൻവറിനെ കൊണ്ട് സാധിച്ചു എന്നത് സത്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് PV അൻവർ പറഞ്ഞിരിക്കുകയാണ്. UDF-മായി ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ല എന്നും മുഖ്യമന്ത്രി കേരള ദുരന്തത്തിലേക്ക് തള്ളിവിടുകയാണെന്നും PV അൻവർ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്ക് നേരെ രൂക്ഷമായ വിമർശനമാണ് അൻവർ നടത്തിയത്. വർഗീയ ധ്രുവീകരണം നടത്തുന്നു എന്നും അധികാരത്തിന് വേണ്ടി തരം താഴ്ന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറുന്നു എന്നും അൻവർ പറഞ്ഞു. കൂടാതെ പിണറായി മൂന്നാമതും അധികാരത്തിലെത്താൻ സഹായിക്കുന്നത് BJP-യിലെ പ്രബല വിഭാഗമാണെന്നും അൻവർ ആരോപിക്കുകയാണ്. അതുപോലെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പദ്ധതി നടപ്പിലാക്കാനാണ് രാജീവ് ചന്ദ്രശേഖർ BJP അധ്യക്ഷനായത് എന്നുകൂടി അൻവർ പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ അടിവേര് വെട്ടാൻ പിണറായി ഉപയോഗിക്കുകയാണ്. തിരുവനന്തപുരത്ത് ബീഹാർ മോഡൽ വോട്ട് വെട്ടിനിരത്തലാണ് നടക്കുന്നത്. ഭീമാപ്പള്ളി ഡിവിഷനിൽ നിന്നും 17,000 വോട്ടുകൾ വെട്ടിയെന്നും അൻവർ മാധ്യമങ്ങളോടായി പറയുകയാണ്. അൻവറിന്റെ ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. BJP-യിലെ വലിയ ഒരു വിഭാഗം എന്തുകൊണ്ടാണ് BJP നേതൃത്വത്തെ പാടെ മാറ്റിക്കളഞ്ഞത്? ഇവിടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് കേരളത്തിലെ BJP-ക്കാർക്ക് പരിചിതമാണോ? അദ്ദേഹം തിരുവനന്തപുരത്ത് 1-2 പ്രാവശ്യം മത്സരിച്ചു പോയി എന്നതിലപ്പുറം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിലെ BJP പ്രവർത്തകരെക്കുറിച്ചോ അതിൻ്റെ സംവിധാനത്തെക്കുറിച്ചോ ഒരു പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ BJP-യുടെ പ്രസിഡന്റായി വന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ BJP-യുടെ കേന്ദ്ര നേതൃത്വവും പിണറായി സംവിധാനവും ഉണ്ടാക്കുന്ന പ്ലാന് നടപ്പിലാക്കണമെങ്കിൽ ശ്രീ K. സുരേന്ദ്രൻ ഉൾപ്പെടെ ഉണ്ടായിരുന്ന BJP-യുടെ ആദ്യകാല നേതാക്കന്മാരെ വെച്ച് അത്തരത്തിലൊരു പ്ലാന് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വ്യാപാരിയും വ്യവസായി കൂടിയായ കേരള രാഷ്ട്രീയമായിട്ട് അതിൻ്റെ താഴേക്കടയിലേക്ക് വലിയ ബന്ധങ്ങളില്ലാത്ത ഒരു വ്യക്തിയെ തന്നെ BJP-യുടെ പ്രസിഡന്റാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP മുഴുവനായിട്ടുമല്ല, BJP-യിലെ പ്രബലമായൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി തെരഞ്ഞെടുപ്പുകളിൽ ധാരണയുണ്ടാകും. അത് ത്രിതല തെരഞ്ഞെടുപ്പിലുണ്ടാകും, അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടാകും. ഈ പിണറായിയെ വീണ്ടും അധികാരത്തിലെത്തിക്കുക എന്നത് വരാനിരിക്കുന്ന ഭാവിയിൽ കോൺഗ്രസിൻ്റെ അടിവേര് വെട്ടുക എന്ന BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം, കോൺഗ്രസിനെ ഇല്ലായ്മ ചെയ്യാൻ മൂന്നാമതും ഭരണത്തിന് അകറ്റി നിർത്തുക, അതിന് പിണറായിയുമായി ഒന്നാം ഘട്ട ധാരണ, അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ പല സ്ഥലത്തും നമ്മൾ സംസാരിച്ചു വരുന്നത്. UDF-ഉമായിട്ടുള്ള ഔപചാരികമായ ചർച്ചകളൊന്നും എവിടെയും നടന്നിട്ടില്ല. പ്രാദേശിക തലത്തിലും അനൗപചാരികമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അത് എവിടെ എത്തും എന്താകും എന്നൊന്നും ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല. ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ ഇവിടെ പൂർത്തിയായി, ചിഹ്നം ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചു. ആ നിലക്ക് പരമാവധി ആളുകളെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ത്രിതല തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് പരമാവധി സീറ്റും പരമാവധി വോട്ടും വാങ്ങുക എന്ന പൊളിറ്റിക്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. പരമാവധി സീറ്റുകൾ ശബരിമല വളരെ സമാധാനപരമായിട്ട് വിശ്വാസികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് ശബരിമല അയ്യപ്പനെ കണ്ട് തൊഴുത് അവർ നിർവൃതി അടഞ്ഞ് സമാധാനമായി പോയിക്കൊണ്ടിരുന്ന നാടാണ്. അവിടെ
ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയതും വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസത്തിനെതിരായി കേരളത്തിലെയും ഇന്ത്യയിലെയും വനിതകളെ മുഴുവൻ അവിടെ ഞങ്ങൾ കുടിയിരുത്തും എന്ന് പറഞ്ഞ് അവിടുത്തെ സമാധാനം കെടുത്തിയവരാണ് ഇന്നത്തെ ഈ ഭരണാധികാരികൾ. അന്നെടുത്ത ആയിരക്കണക്കിന് കേസുകൾ വിശ്വാസി സമൂഹത്തിൻ്റെ പേർക്കെടുത്ത നിരവധിയായ കേസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സർക്കാർ കൊടുത്ത സുപ്രീം കോടതിയിലെ അഫിഡവിറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു മാറ്റം ഈ പറയുന്ന പിണറായിയോ ഈ വാസവനോ ഇവിടെ ഇന്ന് വരെ നിങ്ങളുടെ മുന്നിലോ ജനങ്ങളുടെ മുന്നിലോ പറഞ്ഞിട്ടില്ല. അവർ ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ആ നിലപാടിൽ നിൽക്കുമ്പോൾ ഇവിടെ ഒരു അയ്യപ്പ സംഗമം പോലുള്ള സംഗമങ്ങൾ നടത്തുന്നതിൻ്റെ ഉദ്ദേശം കേരളത്തിൽ ഇത് ചർച്ചയായതാണ്. ഈ തട്ടിപ്പ് സംഘമാണ് എന്തിനാണിത് നടത്തിയതെന്നറിയാം. എത്ര കിലോ സ്വർണ്ണമാണ് അവിടുന്ന് അടിച്ചു പോയതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോഴും ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അവിശ്വാസി സമൂഹത്തിൻ്റെ കയ്യിൽ ഇതുപോലെയുള്ള ഒരു വിശ്വാസ കേന്ദ്രം ഏൽപ്പിച്ചു കൊടുത്ത് അതിൻ്റെ സ്വത്തും മുതലും അടിച്ചെടുക്കുന്ന അതേ വിഭാഗം അവർ തന്നെയാണ് വിശ്വാസ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. അത് ഏത് നേതാവും, വെള്ളാപ്പള്ളി എന്നല്ല, ഏത് നേതാവും ഈ പറയുന്ന ഈ കൊള്ള സംഘത്തെ പിന്തുണക്കുന്നുണ്ടോ ആ സമുദായ അംഗങ്ങൾ അത് തിരിച്ചറിയും. ആ സമുദായ SNDP വിശ്വാസികൾ അവർക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു നേതാവിനെ കൊണ്ടേ കുടിയിരുത്തിയത് കൊണ്ട് കേരളത്തിലെ ഈ പറയുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ വോട്ട് മുഴുവൻ ഒരു അയ്യപ്പ സംഗമ നാടകം നടത്തി അടിച്ചെടുക്കാമെന്ന് ഈ പറയുന്ന പിണറായി ഉൾപ്പെടെയുള്ളവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്കറിയാം, ഏത് തെരഞ്ഞെടുപ്പിലും 12,000 വോട്ട് BJPക്ക് അവിടെ ഉണ്ട്. ആ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുന്നിൽ വന്നിട്ടാണ് അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചും മലബാറിനെക്കുറിച്ചും വളരെ മോശപ്പെട്ട വർഗീയ പരാമർശം നടത്തിയത്. ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്താ? 12,000 വോട്ടിൽ നിന്ന് BJP 6,000 വോട്ടിലേക്ക് പോയി നിലമ്പൂരിൽ. എന്ന് പറഞ്ഞാൽ ആ വിശ്വാസി സമൂഹം, ഹൈന്ദവ സമുദായം ഈ നിലപാടിനോടൊപ്പമല്ല, അതിന് അങ്ങേയറ്റം അവർ മതസൗഹാർദ്ദത്തെ പുൽകുന്നവരാണ് എന്നതിൻ്റെ തെളിവ് നിലമ്പൂർ തന്നെ മതി. അപ്പോൾ ആ രീതിയിലൊരു രാഷ്ട്രീയ അട്ടിമറി, ഒരു പൊളിറ്റിക്കൽ വോട്ട് മൊബിലൈസേഷൻ അത് നടത്താമെന്ന് പിണറായി വിചാരിക്കുന്നുണ്ടെങ്കിൽ ഹൈന്ദവ വിശ്വാസി സമൂഹം അത് തിരിച്ചറിയാൻ കഴിയും. ഹൈന്ദവ സമുദായത്തിലെ എല്ലാ വിഭാഗത്തിനും, സാധാരണക്കാരായ വിശ്വാസികൾക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. അത് ഒന്നുകൂടി ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ആ സമുദായ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ തന്നെ കേരളത്തിൽ ഏറ്റെടുക്കുന്നതിൻ്റെ ചിത്രവും നിങ്ങൾ കാണുന്നുണ്ട്. ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ നറുക്കെടുപ്പാണ്. ഇപ്പോൾ നമ്മുടെ വോട്ടർ ലിസ്റ്റിൻ്റെ ഫൈനലൈസേഷൻ കഴിഞ്ഞു നിൽക്കുകയാണ്. പത്രക്കാരായ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ ആസാം മോഡൽ എന്ന് നമ്മൾ പറയാറുണ്ട്. ആസാം മോഡൽ എന്ന് പറഞ്ഞാൽ 40% ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന ആസാമിൽ എങ്ങനെയാണോ ഭരണ രംഗത്ത് നിന്ന് ആസാമിലെ ന്യൂനപക്ഷങ്ങളെ മാറ്റിയിരുത്തിക്കുന്നത്, ഉത്തരേന്ത്യയിൽ യോഗി നടപ്പിലാക്കുന്ന ആ തിയറി, ആ പോളിസി കേരളത്തിൽ ഇപ്പോൾ ഈ പറയുന്ന പിണറായിയും BJPയും നടപ്പിലാക്കിയതിൻ്റെ തെളിവുകളാണ് തിരുവനന്തപുരത്ത് നടക്കം വരുന്നത്. തിരുവനന്തപുരത്തെ ചില ഡിവിഷനുകൾ ഇപ്പോൾ നമുക്കറിയാം, ഭീമാപ്പള്ളി ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 6 വാർഡുകൾ ഉൾപ്പെടുന്ന ഡിവിഷനുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളിയിലെ 5 വാർഡുകൾ വെട്ടി 17,600 വോട്ട് ഒരൊറ്റ വാർഡിൽ, ഒരു ഡിവിഷനിൽ. തൊട്ടടുത്ത പാങ്ങാപ്പാറ, മുമ്പ് 11,000 വോട്ടുണ്ടായിരുന്ന പാങ്ങാപ്പാറയിൽ 3,153 വോട്ടാക്കി ചുരുക്കി. അപ്പം 3,000 തൊട്ട് 4,000 വരെ പല ഡിവിഷനുകളുണ്ടാകുമ്പോൾ ന്യൂനപക്ഷ സമുദായം താമസിക്കുന്ന ഭീമാപ്പള്ളിയിൽ 17,223 വോട്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ മുഗദാർ എന്ന് പറയുന്നൊരു വാർഡുണ്ട്. അതിന് തൊട്ടുപ്പുറത്താണ് ചാലപ്പുറം. ഈ മുഗദാർ ഭാഗത്ത് ന്യൂനപക്ഷങ്ങൾ വളരെ കൂടുതലാണ്. അവിടുത്തെ 2 വാർഡുകൾ വെട്ടിയിട്ട് 3 വാർഡ് വെട്ടിയിട്ട് സിംഗിൾ വാർഡാക്കി. അവിടെ 12,400 അവിടെ വോട്ട്. 8,000 വോട്ടുണ്ടായിരുന്ന ചാലപ്പുറത്ത് 4,002 വോട്ട്.
ഇത് കോർപ്പറേഷനിൽ മാത്രമല്ല, മുനിസിപ്പൽ വാർഡുകളിലുണ്ട്, പഞ്ചായത്ത് വാർഡുകളിലുണ്ട്, വ്യാപകമായി ഇപ്പോൾ പ്രവർത്തകർ അതിനെ കണക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂനപക്ഷ സമുദായത്തിന് മെമ്പർമാർ ജയിച്ചു വരുന്ന ഡിവിഷനുകളിൽ, വാർഡുകളിൽ വ്യാപകമായി ആ വാർഡുകളെ 4-5 വാർഡുകളെ ഒരുമിപ്പിച്ച് കൂട്ടി ഒരു ലോജിക്കുമില്ലാത്തൊരു ഒരു വാർഡിൽ 17,000 വോട്ട്, തൊട്ടടുത്ത വാർഡിൽ 3,500 വോട്ട്. ഈ രീതിയിലേക്ക് അതാണ് ഞാൻ പറഞ്ഞത്. ആസാമിലേക്കൊന്നും പോകണ്ട. എന്താണോ RSSും BJPയും ഉത്തരേന്ത്യയിൽ ന്യൂനപക്ഷ സമുദായങ്ങളെ മാറ്റി നിർത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ വ്യായാമങ്ങൾ, ആ വ്യായാമങ്ങൾ അച്ചിട്ട പോലെ കേരളത്തിൽ നടപ്പിലാക്കിയാണ് ശ്രീ പിണറായി വിജയനും. പിണറായി വിജയൻ്റെ ഒപ്പത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ പിണറായി ഗവൺമെൻറ്റിനെ മൂന്നാമതും അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തുന്നത് BJPയിലെ പ്രബലമായൊരു വിഭാഗമാണ്. ഞാൻ 11-12 മാസം മുമ്പ് പറഞ്ഞു വന്ന ഓരോ കാര്യങ്ങളും കേരളത്തിലെ ഓരോ ഘട്ടങ്ങളിലും നടപ്പിലാക്കി ത്രിതല പഞ്ചായത്തിനെയും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും വർഗീയമായിട്ട്, അതാണ് പറഞ്ഞത്, ഏറ്റവും മോശപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, മനുഷ്യരെ ഇത്രമാത്രം ധാർമ്മികമായി, എന്താ പറയുക, സാമുദായികമായി, മതപരമായി, ജാതീയമായി വേർതിരിച്ചുകൊണ്ട് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാണ് ആ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. ഇത് വളരെ അപകടകരമായൊരവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഭാവി രാഷ്ട്രീയത്തെ എത്തിക്കും. ഇന്ന് അങ്ങേയറ്റത്തെ സമാധാനത്തോടുകൂടി ഇന്ത്യക്ക് അഭിമാനമായ മതേതരത്വം, നമുക്ക് എന്താ പറയുക, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഈ കേരളത്തിൻ്റെ മണ്ണിലേക്ക് വീണ്ടും ഒരു അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും നടത്തുന്ന ഇത്തരത്തിലുള്ള കള്ളക്കളികൾ, ഈ വർഗീയമായ വിഭജനം കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിയണം. ഈ വർഗീയതയെ തടയാൻ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കണം എന്നാണ് അവസാനമായി ഈ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള വർഗീയ വിഭജനം മാത്രം കണക്കാക്കിയ വാർഡ് വിഭജനം കൂടി അതിന് അടിവരയിടുകയാണ്.